ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ വാദം അവാസ്തവമാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിരന്തരമായി SITയുടെ അന്വേഷണം തടസ്സപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ആ അന്വേഷണ സംഘത്തിൻ്റെ മീതെ അനാവശ്യമായ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അവസാനം 2 പോലീസ് ഉദ്യോഗസ്ഥന്മാരെ SITയിലേക്ക് പ്രവേശിപ്പിക്കാൻ അവർക്ക് 2 പേർക്കും പരസ്യമായ CPM ബന്ധമുള്ള ആളുകളാണ്. CPM ബന്ധമുള്ള ചില പോലീസ് ഉദ്യോഗസ്ഥരുടെ സഹായത്തോടു കൂടി SITയിൽ കടന്നു കയറി SITയുടെ അന്വേഷണത്തിൻ്റെ രഹസ്യങ്ങൾ CPMന് ചോർത്തിക്കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ പ്രതിപക്ഷം എന്നുള്ള നിലയിൽ എല്ലാ പ്രവർത്തനങ്ങളെയും ശബരിമലയിൽ കോടതിയുടെ നിരീക്ഷണത്തിലാണ് അന്വേഷണം നടക്കുന്നത്. ആ അന്വേഷണത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. പക്ഷെ മനഃപൂർവ്വമായി ഗവൺമെൻറ് CPM നേതാക്കളെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത്. അതിന് SIT അന്വേഷിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടെ ആരൊക്കെ ഫോട്ടോ എടുത്തെന്നല്ലല്ലോ. ശബരിമലയിലെ സ്വർണം കവർച്ച ചെയ്തത് ആരാണ്, അത് എവിടെ കൊണ്ടുപോയിട്ടാണ് വിറ്റത്, ഏത് കോടീശ്വരനാണ് അവിടുത്തെ ദ്വാരപാലക ശില്പം കൊടുത്തത് തുടങ്ങിയ കാര്യങ്ങളാണ് അന്വേഷിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടെ ഫോട്ടോ എടുത്തവരല്ലല്ലോ അന്വേഷിക്കുന്നത്. പല ക്രിമിനലുകൾക്കും പല കുഴപ്പക്കാർക്കുമൊക്കെ പലരുടെയും കൂടെ നിന്ന് ഫോട്ടോ എടുത്തതാണ്. ഫോട്ടോ എടുത്തവരൊക്കെ പ്രതികളാകാൻ പറ്റുമോ? നാളെ ഏത് കേസിൽ ആര് പ്രതിയായാലും അവരുടെ കൂടെ ഫോട്ടോ എടുത്തവരൊക്കെ പ്രതികളാവോ? അതൊക്കെ CPM നേതാക്കൾ പെട്ടു. 3 CPM നേതാക്കൾ ജയിലിലാണ്. അടുത്ത CPM നേതാക്കന്മാർ, അതിനേക്കാൾ വലിയ നേതാക്കന്മാർ ജയിലിലേക്കുള്ള ക്യൂവിലാണ്. അതിന് ബാക്കിയുള്ളവരെ കൂടി ബന്ധപ്പെടുത്താൻ വേണ്ടിയിട്ട് നടത്തുന്ന വൃഥാശ്രമമാണ് മുഖ്യമന്ത്രി നടത്തുന്നത്. ഞങ്ങൾക്ക് മുഖ്യമന്ത്രിയോടുള്ള ചോദ്യം, അവരുടെ പാർട്ടിയോടുള്ള ചോദ്യം, അയ്യപ്പൻ്റെ സ്വർണം കവർന്നതിന് ജയിലിൽ കിടക്കുന്ന ആളുകൾക്കെതിരെ നിങ്ങൾ എന്തുകൊണ്ട് നടപടി സ്വീകരിക്കുന്നില്ല? അതാണ് ചോദ്യം. നടപടി സ്വീകരിക്കാത്തത് അവർ കൂടുതൽ ആളുകളുടെ പേരുകൾ വെളിപ്പെടുത്തും എന്നുള്ള ഭയം കൊണ്ടാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.